നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നാടും നഗരവും മാവേലി തമ്പുരാനെ വരവേൽക്കാനൊരുങ്ങി. ഇനി സമ്പൽ സമൃദ്ധിയുടെ പൊന്നോണക്കാലം. ഒത്തൊരുമയുടെ പങ്കുവയ്ക്കലിന്റെ പരസ്പര സ്നേഹത്തിന്റെ മാതൃക കൂടിയാണ് മലയാളക്കരയ്ക്ക് പൊന്നോണക്കാലം. ലൈഫ് പദ്ധതിയുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും റവന്യൂ എൻഒസി ലഭിക്കാത്തതിന്റെ പേരിൽ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയാതെ ദേവികുളത്തെ വിവിധ നഗരങ്ങളിലുള്ള നിരവധി കുടുംബങ്ങൾ. ബൈസൺവാലിൽ യുവാവ് ഗ്രഹനാഥനെ കോടാലി കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തി. ചൊക്രമുടിക്കുടി പാറക്കടയ്ക്ക് സമീപം താമസിക്കുന്ന ഓലിക്കൽ സുധനാണ് മരിച്ചത്. അയൽവാസിയെ രാജക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഏലപ്പാറയിലെ ഹെലിബറിയ തേയിലത്തോട്ടം തുറക്കുന്നതിന് എറണാകുളം റീജിയണൽ ലേബർ കമ്മീഷൻ ഓഫീസിൽ നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങി വിവിധ ട്രേഡ് യൂണിയനുകൾ. വിശദമായ വാർത്തകളിലേക്ക്. ഇന്ന് അത്തം. ഇനി 10 നാൾ മലയാളിക്ക് ആഘോഷത്തിൻ്റെത്. നാടും നഗരവും മാവേലി തമ്പുരാനെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. സമ്പദ് സമൃദ്ധിയുടെ മാത്രമല്ല, ഇല്ലായ്മകളും വല്ലായ്മകളും മാറ്റിവെച്ച ഒത്തൊരുമയുടെ പങ്കുവയ്ക്കലിന്റെ പരസ്പര സ്നേഹത്തിന്റെ മാതൃക കൂടിയാണ് അത്തം മുതൽ 10 നാളത്തെ ഓണക്കാലം. പ്രതീക്ഷകളുടെ ഓണക്കാലത്തിന് നിറം പകരുന്നത് അത്തം മുതലാണ്. ചാണകം മെഴുകിയ മുറ്റത്ത് മുക്കുറ്റിയും തുമ്പയും തുളസിയുമൊക്കെ വർണ്ണങ്ങളായി നിറഞ്ഞ് ഓണത്തപ്പനെ വരവേൽക്കാൻ അത്തപ്പൂക്കളങ്ങളായി ഒരുങ്ങും. ഓരോ ദിവസവും അത്തത്തിന് ഓരോ പ്രത്യേകതകളുണ്ട്. പഴമയുടെ ഓണക്കാഴ്ചകളിൽ നിന്ന് അത്തത്തിനും ഓണാഘോഷങ്ങൾക്കും ആധുനികതയുടെ മാറ്റമുണ്ടായിട്ടുണ്ട്. പക്ഷേ ഓണം നൽകുന്ന സന്ദേശത്തിന് അന്നും ഇന്നും മാറ്റമില്ല. കാണം വിറ്റും ഓണമുണ്ണണമെന്ന പഴമൊഴി ഇന്നും മലയാളികൾ മുറുകെ പിടിക്കും. എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് മാവേലി തമ്പുരാൻ നാടുവാണിരുന്ന കള്ളവും ചതിയുമില്ലാത്ത ആ സമ്പദ് സമൃദ്ധിയുടെ കാലത്തെ തിരികെ പിടിക്കും. അത്തം പിറന്നാൽ പിന്നെ ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഉൾഗ്രാമങ്ങളും നഗരങ്ങളും വ്യത്യാസമില്ലാതെ ആഘോഷത്തിന്റെ ആവേശത്തിലാകും. ആ ആഘോഷങ്ങൾക്ക് ഇത്തവണയും തുടക്കമായി. ഇനി 10 നാൾ പൊന്നോണത്തിന്റെ നിറമുള്ള ആഘോഷ ദിനങ്ങൾ. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും അത്തം ദിന ആശംസകൾ. ന്യൂസ് ഡെസ്ക് സിറ്റി വിഷൻ. ഓണക്കാലമായാൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് പൂവുകൾക്കാണ്. തമിഴ്നാട്ടിലും മറ്റും എത്തിയാണ് ഇപ്പോൾ മലയാളികൾ അത്തപ്പൂക്കളം ഒരുക്കാൻ പൂക്കൾ വാങ്ങുന്നത്. എന്നാൽ അത്തം മുതൽ 10 ദിവസവും പൂക്കളം ഒരുക്കാൻ സ്വന്തമായി പൂക്കൾ കൃഷി ചെയ്ത ഇപ്പോൾ നിറഞ്ഞു പൂത്തു നിൽക്കുന്ന ഒരിടമുണ്ട്. പനംകുട്ടി സെന്റ് ജോസഫ് പള്ളിമുറ്റത്താണ് ആ മനോഹര കാഴ്ച. ഓണക്കാലമായാൽ പൂക്കളുടെ വില വിപണിയിൽ കുതിച്ചുയരും. അതുകൊണ്ട് തന്നെ പൂക്കളം തീർക്കണമെങ്കിൽ ഇന്ന് വൻതുക മുടക്കേണ്ട സാഹചര്യമാണ്. ഇത് മറികടക്കാനാണ് പനംകുട്ടി സെന്റ് ജോസഫ് പള്ളിയിലെ ഭക്തസംഘടനകളായ മിഷൻ ലീഗ്, KCYM, മാതൃവേദി, തിരുവാലി സഖ്യം എന്നിവയുടെ നേതൃത്വത്തിൽ പള്ളിമുറ്റത്തെ മറ്റു ചെടികൾക്കൊപ്പം ഇത്തവണ ചെണ്ടുമല്ലിയും നട്ടുപരിപാലിച്ചത്. ഒന്നും രണ്ടുമല്ല, 250 ചെടിച്ചട്ടികളിലാണ് മഞ്ഞയും ഓറഞ്ചും നിറങ്ങളിലുള്ള ചെണ്ടുമല്ലികൾ പൂത്തുവിടർന്ന് നിൽക്കുന്നത്. ആത്മീയതയുടെ ഉണർവ് തേടിയെത്തുന്നവർക്ക് മനസ്സിന് കുളിര് പകരുന്ന കാഴ്ച കൂടിയാണ് പൂത്തു നിൽക്കുന്ന ഈ ചെണ്ടുമല്ലികൾ. കഴിഞ്ഞ പരിസ്ഥിതി ദിനത്തിലാണ് പള്ളി വികാരി ഫാദർ ജോസ് പൗവത്തിലിന്റെ നേതൃത്വത്തിൽ ഭക്ത സംഘടനകളുടെ സഹകരണത്തോടെ ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചത്. നഴ്സറിയിൽ നിന്ന് വില കൊടുത്തു വാങ്ങിയ തൈകളാണ് നട്ടുപരിപാലിച്ചത്. ഓണത്തിന് മാത്രമല്ല, 8 നോമ്പ് തിരുനാളിന് പള്ളി അലങ്കരിക്കുവാനും ഈ പൂക്കൾ ധാരാളമാണ്. ഇടവകയിലെ ഭക്തസംഘടനകളായ KCYM, മിഷൻ ലീഗ്, തിരുവാലി സഖ്യം, മാതൃവേദി അതിൽ അംഗങ്ങൾ ചേർന്ന് സംയുക്തമായിട്ട് നടത്തിയ ഒരു പൂക്കൃഷിയാണ് ഈ കാണുന്നത്. ഓണവും 8 നോമ്പൊക്കെ ഒരുമിച്ച് വരുമ്പോൾ പള്ളി അലങ്കരിക്കുവാനും അതുപോലെ അത്തപ്പൂ ഇടാനൊക്കെയായിട്ട് പൂക്കൾ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രകാരം ഒരു പദ്ധതി ആവിഷ്കരിച്ചത്. മഞ്ഞയും ഓറഞ്ചും നിറത്തിലുള്ള ചെണ്ടുമല്ലി പൂക്കളാണ് നമുക്കിവിടെ തയ്യാറായിട്ടുള്ളത്. പച്ചക്കറി മുതൽ പൂക്കൾക്ക് വരെ നമ്മൾ തമിഴ്നാടിനെ ആശ്രയിക്കുമ്പോൾ മലയാളിയുടെ ദേശീയ ഉത്സവമായ ഓണത്തിനിടുന്ന അത്തപ്പൂക്കളത്തിലെങ്കിലും കൂട്ടായ്മയിലൂടെ സ്വയം പര്യാപ്തതയിൽ എത്തുവാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് പള്ളിമുറ്റത്ത് പൂത്തു നിൽക്കുന്ന ചെണ്ടുമല്ലികൾ.
സിറ്റി വിഷൻ അടിമാലി. അത്തം മുതൽ തിരുവോണം വരെ 10 ദിവസം പൂക്കളം ഇടുന്നതാണ് മലയാളികളുടെ പതിവ്. അതിനുള്ള പൂക്കൾ തമിഴ്നാട്ടിൽ നിന്നും എത്താറുണ്ട്. എന്നാൽ തമിഴ്നാട്ടിലെ പൂപ്പാടങ്ങൾക്ക് സമാനമായ പൂപ്പാടങ്ങൾ കേരളത്തിലും ഇപ്പോൾ കാണാൻ കഴിയും. അതിലൊന്നാണ് ഈ പൂപ്പാടം. ഓണാഘോഷം തുടങ്ങുന്നത് പൂക്കളം ഇടുന്നതോടുകൂടിയാണ്. പണ്ടൊക്കെ പിള്ളേരോണം മുതലായിരുന്നു പൂക്കളം ഇട്ടിരുന്നത്. ഇന്ന് അത്തം മുതലാണ് പൂക്കളം ഇടുക. തുമ്പപ്പൂ, തുളസിപ്പൂ, തൊട്ടാവാടിപ്പൂ, മുക്കുറ്റി, കൊങ്ങിണി, വാഴക്കൂമ്പ്, ഇലകൾ, ഫലങ്ങൾ തുടങ്ങി പ്രകൃതിയിലുള്ളതെല്ലാം പൂക്കളത്തിൽ സ്ഥാനം പിടിച്ചവയാണ്. എന്നാൽ ഇന്ന് പൂക്കളങ്ങളിൽ പരമ്പരാഗത രീതിയിലുള്ള പൂക്കളില്ല. ചെണ്ടുമല്ലിയും ജമന്തിയും വാടാമുല്ലയുമാണ് ഇപ്പോഴത്തെ പൂക്കളങ്ങളിൽ പ്രധാനം. ഇടുക്കി സേനാപതിയിലെ പൂപ്പാടത്തിൽ വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കൾ നിറഞ്ഞു കഴിഞ്ഞു. വിശാലമായ സേനാപതി പാടശേഖരത്തിലെ അരയേക്കർ സ്ഥലത്താണ് ആദ്യമായി പുഷ്പകൃഷി നടത്തുന്നത്. സുഹൃത്തുക്കളായ സിന്ധുവും ജിലുവും ചേർന്ന് സേനാപതി മഹാദേവ ക്ഷേത്രത്തിന് കീഴിലെ സ്ഥലത്താണ് പൂപ്പാടം ഒരുക്കിയത്. ചെണ്ടുമല്ലിയാണ് പ്രധാനം. മഞ്ഞ, ഓറഞ്ച് നിറങ്ങളിലുള്ള ചെണ്ടുമല്ലിപ്പൂക്കൾ കാഴ്ചയുടെ വസന്തം നിറയ്ക്കുന്നതാണ്. നമ്മുടെ ഇടുക്കിയിലെ ഓണത്തിന് വേണ്ടി നമ്മുടെ ഇടുക്കിയിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പൂ വരുത്താതെ നമുക്ക് തന്നെ ഇവിടെ വിപണനം ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്തത്. പിന്നെ ഇതിൻ്റെ തൈകൾ കൊണ്ടുവന്നിരിക്കുന്നത് ബാംഗ്ലൂർ ഹൊസൂർ എന്നുള്ള സ്ഥലത്തു നിന്നാണ് അവർ നേരിട്ട് തൈ ഇവിടെ എത്തിക്കുക ചെയ്തത്. തമിഴ്നാട്ടിൽ അവിടെ പോയി നമ്മളെടുത്തു കൃഷി ചെയ്തു. സേനാപതി ഉടുമ്പൻചോല റോഡരികിലെ ഈ പൂപ്പാടം ഓണക്കാലത്ത് സഞ്ചാരികൾക്കും ഒരു വിസ്മയ കാഴ്ച. തമിഴ്നാട്ടിലെ പൂപ്പാടങ്ങൾക്ക് സമാനമായ കാഴ്ചയാണ് ഇവിടെയുള്ളത്. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ നിരവധി ആളുകളാണ് പൂപ്പാടം കാണാൻ എത്തുന്നതും. സിറ്റി വിഷൻ സേനാപതി. ലൈഫ് പദ്ധതിയുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും റവന്യൂ NOC ലഭിക്കാത്തതിന്റെ പേരിൽ ചോർന്നൊലിക്കാത്ത വീടെന്ന സ്വപ്നം അന്യമായി തുടരുന്നതിന്റെ നിരാശയിലാണ് 150ഓളം കുടുംബങ്ങൾ. ദേവികുളം മേഖലയിലെ വിവിധ നഗരങ്ങളിൽ താമസിക്കുന്ന കുടുംബങ്ങളാണ് NOC ലഭിക്കാത്തതിന്റെ പേരിൽ ദുരിതം അനുഭവിക്കുന്നത്. പ്രതിസന്ധി നീക്കി ലൈഫ് പദ്ധതിയിലൂടെ വീട് യാഥാർത്ഥ്യമാക്കാൻ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം. ദേവികുളം ന്യൂ നഗർ, ലക്ഷൻ നഗർ, ഇരച്ചിൽപ്പാറ നഗർ, SBI നഗർ, സാന്റോസ് നഗർ തുടങ്ങിയ വിവിധ നഗരങ്ങളിൽ താമസിക്കുന്ന 150ഓളം കുടുംബങ്ങളാണ് ലൈഫ് ഭവന പദ്ധതിയുടെ ലിസ്റ്റിൽ പേരുണ്ടായിട്ടും റവന്യൂ NOC ലഭിക്കാത്തതിന്റെ പേരിൽ അടച്ചുറപ്പുള്ള വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകാതെ കഴിയുന്നത്. സാന്റോസ് നഗറിൽ 80ഓളം കുടുംബങ്ങളും മറ്റു 4 നഗരങ്ങളിലായി 75ഓളം കുടുംബങ്ങളും ഈ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഇക്കൂട്ടത്തിൽ താമസിക്കുന്ന ഭൂമിക്ക് പട്ടയമുള്ളവരും ഇല്ലാത്തവരുമുണ്ട്. എല്ലാവരും അവരവരുടെ വീടുകളിൽ താമസം ആരംഭിച്ചിട്ട് പതിറ്റാണ്ടുകൾ പിന്നിട്ടു. റവന്യൂ NOC ലഭിക്കുവാൻ കുടുംബങ്ങൾ ഓഫീസുകൾ പലത് കയറി ഇറങ്ങി. റവന്യൂ NOC ലഭിക്കുന്നതിന് പ്രതിസന്ധി നേരിടുന്നതിനാൽ ലൈഫ് പദ്ധതിയുടെ ലിസ്റ്റിൽ ഉണ്ടെന്നല്ലാതെ വീട് യാഥാർത്ഥ്യമാകുന്നതിലേക്ക് തങ്ങൾക്ക് എത്താനാകുന്നില്ലെന്ന് കുടുംബങ്ങൾ നിരാശയോടെ പറയുന്നു. 86 അന്ന് ധനസഹായം കൊടുത്ത് വെറും 3000 രൂപയ്ക്ക് വീട് കെട്ടിക്കൊടുത്തത് സർക്കാരാണ്. ഇതുവരയ്ക്ക് പൊളിഞ്ചി അതുകൊണ്ട് അപകട ഭീഷണിയിലുള്ള കുടുംബങ്ങളാണ്. ഇതുവരയ്ക്ക് അപ്പടിപ്പെട്ട വീടുകൾക്ക് ഇതുവരയ്ക്ക് ലൈഫ് മിഷന്റെ പേര് മാത്രം പറഞ്ഞിട്ട് ഇതുവരയ്ക്ക് അവർക്ക് പട്ടയമില്ലാതെ ഒരേ കാരണത്തിനാൽ ഇത് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ സാന്റോസ് കോളനിയും ദ്വീപുകളും ഉള്ള 70 കുടുംബങ്ങൾക്കും ഈ ലൈഫ് മിഷനിലെ ഫണ്ട് അനുവദിച്ച് ഇവർക്ക് പുതിയതായിട്ട് ഈ വീട് അനുവദിക്കുമാറ് ഒരു പൊതുപ്രവർത്തന മുറയിലും ഈ പൊതുമക്കൾ സർവ്വവും ഞാൻ താഴ്മയോട് 40 വർഷത്തിലധികം പഴക്കമുള്ള ചെറിയ വീടുകളിലാണ് കുടുംബങ്ങൾ കഴിഞ്ഞു വരുന്നത്. വീടുകൾ പലതും മഴയിൽ ചോർന്നൊലിക്കുന്ന അവസ്ഥയിലെത്തി. കാലപ്പഴക്കത്താൽ ചില വീടുകൾ അങ്ങേയറ്റം ബലക്ഷയമെന്ന നിലയിലാണ്. ഇവ ഏതു നിമിഷവും ഇടിഞ്ഞു വീഴാം. ചെറിയ വീടുകൾക്കുള്ളിലെ സ്ഥലപരിമിതിയും കുടുംബങ്ങൾക്ക് പ്രയാസം തന്നെ. പുതിയ വീടിന് അർഹതയുണ്ടെന്ന് ബോധ്യപ്പെട്ടിട്ടും ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും റവന്യൂ NOC എന്ന കടമ്പ കടക്കാനാകാതെ സ്വപ്നങ്ങൾ പാതി വഴിയിൽ മുടങ്ങി നിൽക്കുന്നതിന്റെ നിരാശ കുടുംബങ്ങൾ പങ്കുവയ്ക്കുന്നു. പ്രതിസന്ധി നീക്കി ലൈഫ് പദ്ധതിയുടെ വീട് യാഥാർത്ഥ്യമാക്കുവാൻ ഇടപെടൽ വേണമെന്നതാണ് ഇവരുടെ ആവശ്യം. സിറ്റി വിഷൻ മൂന്നാർ. ബൈസൺവാലിയിൽ യുവാവ് ഗൃഹനാഥനെ കോടാലി കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തി. ചൊക്രമുടിക്കുടി പാറക്കടയ്ക്ക് സമീപം താമസിക്കുന്ന ഓലിക്കൽ സുധനാണ് മരിച്ചത്. സംഭവത്തിൽ ഇയാളുടെ അയൽവാസിയായ കുളങ്ങരയിൽ അജിത്തിനെ രാജക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. തിങ്കളാഴ്ച രാത്രി 9:30-ക്കാണ് അജിത്തിന്റെ വീടിന് സമീപത്തെ റോഡിൽ സുധനെ വെട്ടേറ്റ നിലയിൽ നാട്ടുകാരിൽ ചിലർ കണ്ടത്.
ഇവർ രാജാക്കാട് പോലീസിൽ വിവരമറിയിച്ചു. പോലീസിന്റെ നിർദ്ദേശപ്രകാരം നാട്ടുകാർ സുധനെ വാഹനത്തിൽ കുഞ്ചിത്തണ്ണിയിൽ എത്തിച്ച ശേഷം ആംബുലൻസിൽ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം അജിത്തും സുധനും തമ്മിൽ പാറക്കടവിൽ വെച്ച് വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു. ഇന്നലെ രാത്രിയിൽ അജിത്ത് സുധനെ ഫോണിൽ വിളിച്ച് അസഭ്യം പറഞ്ഞതായി ബന്ധുക്കൾ പറയുന്നു. ഇത് ചോദിക്കാൻ അജിത്തിന്റെ വീട്ടിലേക്ക് പോയ സുധനെ റോഡിൽ വെച്ച് അജിത്ത് ആക്രമിക്കുകയായിരുന്നുവെന്നാണ് വിവരം. അജിത്ത് സുധനെ കോടാലി കൊണ്ട് കഴുത്തിലും കൈകളിലും പലതവണ വെട്ടി. ഇതിനുശേഷം ഒളിവിൽ പോകാൻ ശ്രമിച്ച അജിത്തിനെ വീടിന് സമീപത്തെ കൃഷിയിടത്തിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ സുധന്റെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. സിറ്റി വിഷൻ, ബൈസൺ വാലി. ഏലപ്പാറയിലെ ഹെലിബറിയ തേയിലത്തോട്ടം തുറക്കുന്നതിന് എറണാകുളം റീജിയണൽ ലേബർ കമ്മീഷണർ ഓഫീസിൽ നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. തോട്ടം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട രണ്ടാം ഘട്ട ചർച്ചയാണ് പരാജയപ്പെട്ടത്. ചിന്നാർ കമ്പനിയുടെ കീഴിലുള്ള ഹെലിബറിയ, ചെമ്മണ്ണ, ചിന്നാർ, വള്ളക്കടവ് എന്നീ തോട്ടങ്ങളാണ് അടഞ്ഞുകിടക്കുന്നത്. പീരുമേട് ഹെലിബറിയ തോട്ടം ജനറൽ മാനേജർ, തൊഴിലാളി യൂണിയൻ നേതാക്കൾ തുടങ്ങിയവർ തോട്ടം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചയിൽ പങ്കെടുത്തു. പ്രശ്നപരിഹാരത്തിന് കഴിഞ്ഞ 14-ന് പീരുമേട് ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ ഓഫീസിൽ നടന്ന ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് എറണാകുളത്ത് റീജിയണൽ ലേബർ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തിയത്. ജൂലൈ 8-നാണ് ഉടമകൾ തോട്ടം അടച്ചുപൂട്ടിയത്. തൊഴിലാളികൾക്ക് 2 മാസത്തെ ശമ്പളം പോലും നൽകിയിട്ടില്ല. ഹെലിബറിയ, സെമിനി വാലി, ചിന്നാർ, വള്ളക്കടവ് എന്നീ 4 ഡിവിഷനുകളാണ് തേയിലത്തോട്ടത്തിനുള്ളത്. 800ഓളം തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യുന്നു. ശമ്പളം ആവശ്യപ്പെട്ട് മാനേജ്മെന്റിനെ സമീപിച്ചപ്പോഴാണ് തോട്ടം പൂട്ടിയ വിവരം തൊഴിലാളികൾ അറിയുന്നത്. തുടർന്ന് യൂണിയൻ നേതാക്കൾ മാനേജ്മെന്റുമായി ചർച്ച നടത്തിയെങ്കിലും ശമ്പളമടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമായില്ല. ജോലിയിൽ നിന്ന് പിരിഞ്ഞുപോയ തൊഴിലാളികളുടെ ഗ്രാറ്റുവിറ്റി അടക്കമുള്ള ആനുകൂല്യങ്ങൾ മുടങ്ങിയിരിക്കുകയാണ്. തൊഴിലാളികളിൽ നിന്ന് പിരിച്ചെടുത്ത 58 മാസത്തെ PF തുക കമ്പനി പ്രൊവിഡന്റ് ഫണ്ടിൽ അടച്ചില്ലെന്ന് തൊഴിലാളികൾ ആരോപിക്കുന്നു. പ്രതിഷേധം ശക്തമായതോടെയാണ് തൊഴിൽ വകുപ്പ് പ്രശ്നത്തിൽ ഇടപെട്ട് ചർച്ചയെ ആരംഭിച്ചത്. ചർച്ച പരാജയപ്പെട്ട സാഹചര്യത്തിൽ തൊഴിലാളികൾ ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങുമെന്നതിന് സംശയമില്ല. സിറ്റി വിഷൻ, പീരുമേട്. പീരുമേട് താലൂക്കിലെ പോപ്സ് കമ്പനി വക തേയിലത്തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നിഷേധിക്കുന്ന എസ്റ്റേറ്റ് മാനേജ്മെന്റിന്റെ തൊഴിലാളി ദ്രോഹ നടപടികൾക്കെതിരെ കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ, ഹൈറേഞ്ച് പ്ലാന്റേഷൻ എംപ്ലോയീസ് യൂണിയന്റെ സംയുക്താഭിമുഖ്യത്തിൽ കൂട്ടധർണ സംഘടിപ്പിച്ചു. കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ CP മാത്യു കൂട്ടധർണ ഉദ്ഘാടനം ചെയ്തു. മഴയിലും വെയിലിലും പകലന്തിയോളം പണിയെടുക്കുന്ന പീരുമേട് താലൂക്കിലെ പോപ്സ് കമ്പനി വക എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് കഴിഞ്ഞ 6 മാസക്കാലമായി ശമ്പളം ലഭിക്കാതെ ദുരിത ജീവിതം പേറുകയാണ്. ഇതോടൊപ്പം ആനുകൂല്യങ്ങൾ ലഭിക്കാത്തതും പ്രതിസന്ധിയിലാഴ്ത്തുന്നു. എസ്റ്റേറ്റ് മാനേജ്മെന്റും തൊഴിൽ വകുപ്പ് മന്ത്രിയും ട്രേഡ് യൂണിയൻ നേതാക്കളും നടത്തിയ ചർച്ചയിലും തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കഴിഞ്ഞിട്ടില്ല. തോട്ടത്തിലെ തൊഴിൽ നിർത്തിവെച്ച INTUC-യുടെ നേതൃത്വത്തിൽ നടത്തിയ സമരങ്ങളുടെ ഭാഗമായി ചുരുങ്ങിയ ശമ്പളം നൽകി ജോലിക്കിറങ്ങുവാൻ മാനേജ്മെന്റ് നിർബന്ധിക്കുകയായിരുന്നു. ഇതിനുശേഷം വീണ്ടും ശമ്പളം ലഭിക്കാതെ വന്നതോടുകൂടിയാണ് INTUC-ക്ക് കീഴിലുള്ള KPW, HRPE യൂണിയനുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സമരരംഗത്തേക്ക് എത്തിയത്. ഇതിന്റെ ഭാഗമായി KPW, HRPE യൂണിയനുകളുടെ വിവിധ സബ് കമ്മിറ്റി കൺവീനർമാരെ ഉൾപ്പെടുത്തി വണ്ടിപ്പെരിയാർ ടൗണിൽ കൂട്ടധർണ സംഘടിപ്പിച്ചു. HRPE യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിറിയക് തോമസ് കൂട്ടധർണ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. INTUC പീരുമേട് റീജിയണൽ പ്രസിഡന്റ് KA സിദ്ദിഖ് സ്വാഗതം ആശംസിച്ചു. കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അധ്യക്ഷൻ CP മാത്യു ധർണ ഉദ്ഘാടനം ചെയ്തു. എല്ലാവരോടും സമഭാവനയോടുകൂടി പെരുമാറിയിരുന്നതും നല്ല MP ആയിരുന്നു. പക്ഷേ ഇന്നത്തെ MP ആ MPക്ക് മാർക്സിസ്റ്റുമാറ്റിയുമായും ഭരിക്കുന്നതുമായുള്ള അന്യായമായ ബന്ധത്തിന്റെ ഒരു INTUC ജില്ലാ പ്രസിഡന്റ് രാജാമാട്ടുകാരൻ മുഖ്യപ്രഭാഷണം നടത്തി. INTUC സംസ്ഥാന സെക്രട്ടറി PR അയ്യപ്പൻ, സംസ്ഥാന കമ്മിറ്റി അംഗം PK രാജൻ, KPW യൂണിയൻ ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത്, DCC സെക്രട്ടറി R ഗണേശൻ, നേതാക്കളായ നിക്സൺ ജോർജ്, TM ഉമ്മർ, ബാബു ആന്റപ്പൻ, രാജൻ കൊഴുവന്മാക്കൽ, ശേഖർ, K രാജൻ, പ്രിയങ്ക മഹേഷ്, പാപ്പച്ചൻ വർക്കി, KK സുരേന്ദ്രൻ, S ഗണേശൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. സിറ്റി വിഷൻ, പീരുമേട്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം.
ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി രാമക്കൽമേട്ടിനും കാറ്റാടിപ്പാലത്തിനും ഇടയിലുള്ള തൂക്കുപാലത്ത് സ്ഥിതി ചെയ്യുന്ന സാൻവിക ഇന്നിലാണ്. സാൻവിക ഇന്നിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരേ സമയം 1000-ൽ പരം ആളുകളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഈ ഒരു ഓഡിറ്റോറിയം ആണ്. നമുക്കൊരു ഗ്രൂപ്പ് ഇവന്റോ ഡെസ്റ്റിനേഷൻ മാരേജ് ഫംഗ്ഷനോ ഒക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഹാള് അതിന് പറ്റിയ ഒരു ഓപ്ഷൻ ആയിരിക്കും. ഇനി പേഴ്സണൽ ഫംഗ്ഷൻസ് ഒക്കെ മാറ്റി പ്രൊഫഷണൽ ഓർ ഒഫീഷ്യൽ പ്രോഗ്രാംസിനായിട്ടൊരു പ്ലേസ് ആണ് നോക്കുന്നതെങ്കിൽ ലൈക്ക് ബോർഡ് മീറ്റിംഗ്, ആനുവൽ മീറ്റിംഗ്, പ്രസന്റേഷൻ ഇതൊക്കെ നടത്താൻ പറ്റിയ വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ഈ കാണുന്ന ഒരു മീറ്റിംഗ് റൂമും സാൻവിക്കയിലുണ്ട്. ഇനി സ്റ്റേക്കേഷൻ നോക്കുന്നവർക്കാണെങ്കിൽ റൂംസിന്റെ കാര്യത്തിലും ഒരു ടെൻഷനും വേണ്ട കേട്ടോ. ഡിഫറെന്റ് കാറ്റഗറി ഓഫ് റൂംസ് സാൻവിക്കയിൽ അവൈലബിൾ ആണ്. ഡീലക്സ് റൂം ആണെങ്കിലും ഹണിമൂൺ കപ്പിൾസിന് സ്പെഷ്യൽ റൂം, ഇനി അതല്ല ഒരു ഫാമിലിക്ക് ആയിട്ടാണെങ്കിൽ നല്ല ജാക്കൂസിയും നല്ല വ്യൂ വരുന്ന ബാൽക്കണിയും ഒക്കെയുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള സ്യൂട്ട് റൂമും സാൻവിക്കയിലുണ്ട്. ഇനി എന്റർടൈൻമെന്റ് ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും നോ കോംപ്രമൈസ്. യെസ്, ഇൻ ഹൗസ് സൂംബ ട്രെയിനിങ്, റെസ്റ്റോറന്റ്, പൂൾ, ക്യാമ്പ് ഫയർ, സൈറ്റ് സീയിങ് തുടങ്ങിയ എല്ലാ എന്റർടൈൻമെന്റ്സും സാൻവിക നമുക്കായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിൽ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഒരു ഡെസ്റ്റിനേഷൻ ഇവന്റ് ഓർ സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിന് പറ്റിയ ഒരു ഇടമാണ് ഇടുക്കിയുടെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന സാൻവിക ഇൻ. അപ്പൊ എങ്ങനെ അടുത്ത ട്രിപ്പ് സാൻവിക്കയിലോട്ട് പ്ലാൻ ചെയ്യല്ലേ? ആദ്യമായിട്ടായിരുന്നു അവൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകുന്നത്. പക്ഷേ അവളുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റൊന്നായിരുന്നു. എനിക്ക് നിറവേറ്റാവുന്നതിലും അപ്പുറം. എന്റെ കുഞ്ഞു സമ്മാനങ്ങളൊന്നും അവളെ സന്തോഷപ്പെടുത്തിയില്ല. അപ്പോഴാണ് അവൾക്ക് നേരെ ആ കൈകൾ നീളുന്നത്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട അടിമാലിയിൽ CPMന്റെ പ്രതിഷേധ സൂചകമായി CPM പ്രവർത്തകർ അടിമാലിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പ്രതിഷേധ യോഗത്തിൽ വിവിധ CPM നേതാക്കൾ സംസാരിച്ചു. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം ഒഴിയണമെന്നാവശ്യപ്പെട്ട് CPIM അടിമാലിയിലും പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രതിഷേധ സൂചകമായി CPIM പ്രവർത്തകർ അടിമാലിയിൽ പ്രതിഷേധ പ്രകടനവും നടത്തി. വിവിധ CPIM നേതാക്കൾ പ്രതിഷേധ യോഗത്തിൽ സംസാരിച്ചു. പക്ഷേ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് മാത്രമല്ല, ഈ കേരളത്തിലെ ഒരു നിയമസഭാ സാമാജികൻ എന്ന രൂപത്തിൽ പാലക്കാടിലെ ഏതൊരു പൗരനും സ്വതന്ത്രമായി സമ്മതിക്കുവാൻ കഴിയുന്ന രൂപത്തിൽ, സ്വതന്ത്രമായി അടിച്ചിടപെടുവാൻ കഴിയുന്ന രൂപത്തിൽ, ഏതൊരു പെൺകുട്ടികൾക്ക് കടന്നു ചെല്ലാൻ കഴിയുന്ന രൂപത്തിൽ ഒരു MLA വേണം എന്നുള്ളത് കൊണ്ട് MLA സ്ഥാനം അടിയന്തരമായി രാജിവെച്ച് ഈ അപമാന ഭാരതത്തിൽ നിന്നും. പ്രതിഷേധ പ്രകടനം ടൗൺ ചുറ്റി സെന്റർ ജംഗ്ഷനിൽ സമാപിച്ചു. CD ഷാജി, TK സുദേശ് കുമാർ, മാത്യു ഫിലിപ്പ, MR ദീപു, CD അഗസ്റ്റിൻ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി. നിരവധി CPIM പ്രവർത്തകർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, അടിമാലി.
രാഹുൽ മാങ്കൂട്ടം MLA-ക്കെതിരെ ഉയർന്ന ആരോപണ വിഷയത്തിൽ പ്രതികരിച്ച INTUC സംസ്ഥാന പ്രസിഡന്റ് R. ചന്ദ്രശേഖരൻ. ഇത്തരം ആരോപണങ്ങൾ ശരിയോ തെറ്റോ എന്ന് നിശ്ചയിക്കാനുള്ള സംവിധാനം INTUC എന്ന സംഘടനയ്ക്കില്ല എന്നായിരുന്നു R. ചന്ദ്രശേഖരന്റെ പ്രതികരണം. എന്നാൽ INTUC-യിൽപ്പെട്ട ഒരാൾക്കെതിരെ പരാതികൾ ഉയർന്നാൽ അത് ആര് തന്നെയായാലും കൃത്യമായി പരിശോധിച്ച നടപടി ഉണ്ടാകുമെന്നും R. ചന്ദ്രശേഖരൻ മൂന്നാറിൽ വ്യക്തമാക്കി. ഇത്തരം ആരോപണങ്ങളും അതിന്റെ പരിശോധനകളും ഒന്നും അതിന്റെ ശരിയോ തെറ്റോ നിശ്ചയിക്കാനുള്ള യാതൊരു സംവിധാനവും INTUC പോലുള്ള സംഘടനയ്ക്കില്ല. INTUC-പ്പെട്ട ഒരാളിനെ കുറിച്ച് പരാതി വന്നാൽ ഞാൻ പറയുന്നു, കൃത്യമായി അതാര് തന്നെയായാലും കൃത്യമായി അത് പരിശോധിക്കും. അതിന് ഇപ്പം തന്നെ ഇടുക്കി ജില്ലയിലെ 3 ആളുകൾക്ക് ചുമതല കൊടുത്തിട്ടുണ്ട്. രാജാമാട്ടുകാരനടക്കം ആരെയും വെറുതെ ഞങ്ങൾ വിടത്തില്ല. PJ ജോയിയെ പോലെ മുതിർന്ന നേതാവ് ഇടുക്കി ജില്ലയുടെ ചുമതലക്കാരനാണ്. അതുപോലെ ഏത് INTUC-യുടെ പ്രവർത്തകനെതിരെ പരാതി വന്നാലും കൃത്യമായ അന്വേഷണം ഉണ്ടാകും, നടപടിയുണ്ടാകും. INTUC ഇടുക്കി ജില്ലാ സമ്പൂർണ്ണ യോഗം മൂന്നാറിൽ നടന്നു. INTUC സംസ്ഥാന പ്രസിഡന്റ് R. ചന്ദ്രശേഖരൻ യോഗം ഉദ്ഘാടനം ചെയ്തു. വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സമ്പൂർണ്ണ വിജയത്തിനായി മുഴുവൻ INTUC പ്രവർത്തകരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്ന് R. ചന്ദ്രശേഖരൻ പറഞ്ഞു. INTUC-യുടെ പ്രവർത്തനം പ്രാദേശിക തലം മുതൽ കൂടുതൽ സജീവമായി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനും സംഘടനയുടെ ജില്ലയിലെ പ്രവർത്തനം വിലയിരുത്തുന്നതിനുമായിട്ടായിരുന്നു INTUC ഇടുക്കി ജില്ലാ സമ്പൂർണ്ണ യോഗം മൂന്നാറിൽ ചേർന്നത്. INTUC സംസ്ഥാന പ്രസിഡന്റ് R. ചന്ദ്രശേഖരൻ യോഗം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നതിന്റെ പേരിൽ നമ്മുടെ ഒരു അന്നമാണ് ഈ പാർട്ടി എന്ന് കാണാൻ ഏത് ശത്രുവാണ് മത്സരിക്കുന്നെങ്കിലും അവരെ ഞാൻ ജയിപ്പിച്ചിട്ട് ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ മുമ്പിൽ ഞാൻ വെല്ലുവിളിയോടുകൂടി പറയുന്നു എന്ന് പറയാനുള്ള പാർട്ടി സ്പിരിറ്റ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് രാജാമാട്ടുകാരൻ അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് CP മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. മുൻ MLA-മാരായ AK മണി, PJ ജോയി, മറ്റു ഭാരവാഹികളായ അനിയൻ മാത്യു, പ്രദീപ് കുമാർ, ജിജി പോത്തൻ, G. മുനിയാണ്ടി, PR അയ്യപ്പൻ, ജോൺസി ഐസക്ക, ഷൈനി റോയി, ബാബു P. കുര്യാക്കോസ്, PK രാജൻ, രാജു ബേബി, രാഹുൽ രാജേന്ദ്രൻ, D. കുമാർ, KA സിദ്ദിഖ്, MK ഷാഹുൽ ഹമീദ, സന്തോഷ് അമ്പിളിവിലാസം, തങ്കച്ചൻ കാരിയുമണിൽ എന്നിവർ സംസാരിച്ചു. സിറ്റി വിഷൻ മൂന്നാർ. BMS-ന്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ സമരപ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള തൊഴിലാളി മുന്നേറ്റത്തിന്റെ ഭാഗമായി നടക്കുന്ന പഞ്ചായത്ത് തല പദയാത്രയ്ക്ക് മുന്നോടിയായിട്ടായിരുന്നു സമരപ്രഖ്യാപന കൺവെൻഷൻ നടന്നത്. സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള തൊഴിലാളി മുന്നേറ്റത്തിന്റെ ഭാഗമായി അടുത്ത മാസം 17 മുതൽ ഒക്ടോബർ 14 വരെയാണ് പഞ്ചായത്ത് തല പദയാത്രകൾ നടക്കുന്നത്. ഇതിനു മുന്നോടിയായിട്ടായിരുന്നു BMS-ന്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ സമരപ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിച്ചത്. സംഘടനാ സംസ്ഥാന സെക്രട്ടറി KV മധുകുമാർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ തൊഴിലാളി മുന്നേറ്റം എന്നുള്ളതാണ് നമ്മുടെ മുദ്രാവാക്യം. ആ മുദ്രാവാക്യം വളരെ പ്രസക്തമാണ്. ഒന്ന്, കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ്. ആ സർക്കാർ ജനദ്രോഹ നയങ്ങളാണ് തുടർന്ന് വരുന്നത്. ആ ജനദ്രോഹ നയങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നത് ഈ കേരളത്തിലെ തൊഴിലാളി സമൂഹമാണ്. അപ്പൊ ഈ മുദ്രാവാക്യത്തിന് വളരെയധികം പ്രസക്തിയുണ്ട്. BMS സംസ്ഥാന സമിതി അംഗം VN രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. BMS അടിമാലി മേഖലാ സെക്രട്ടറി KA സുഭാഷ്, NB ശശിധരൻ, BMS ജില്ലാ പ്രസിഡന്റ് MB രജികുമാർ, സതീഷ് വേണുഗോപാൽ, മാരിയപ്പൻ സമാരോഗ, BMS ജില്ലാ സെക്രട്ടറി KC സനീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ അടിമാലി. പ്രധാന വാർത്തകൾ നോക്കാം ഒരിക്കൽ കൂടി. നാടും നഗരവും മാവേലി തമ്പുരാനെ വരവേൽക്കാനൊരുങ്ങി. ഇനി സമ്പൽ സമൃദ്ധിയുടെ പൊന്നോണക്കാലം. ഒത്തൊരുമയുടെ പങ്കുവയ്ക്കലിന്റെ പരസ്പര സ്നേഹത്തിന്റെ മാതൃക കൂടിയാണ് മലയാളക്കരയ്ക്ക് പൊന്നോണക്കാലം. ലൈഫ് പദ്ധതിയുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും റവന്യൂ NOC ലഭിക്കാത്തതിന്റെ പേരിൽ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയാതെ ദേവികുളത്തെ വിവിധ നഗരങ്ങളിലുള്ള നിരവധി കുടുംബങ്ങൾ. ബൈസൺവാലിൽ യുവാവ് ഗ്രഹനാഥനെ കോടാലി കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തി. ചക്രമുടിക്കുടി പാറക്കടയ്ക്ക് സമീപം താമസിക്കുന്ന ഓലിക്കൽ സുധനാണ് മരിച്ചത്. അയൽവാസിയെ രാജക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഏലപ്പാറയിലെ ഹെലിബറിയ തേയിലത്തോട്ടം തുറക്കുന്നതിന് എറണാകുളം റീജിയണൽ ലേബർ കമ്മീഷൻ ഓഫീസിൽ നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങി വിവിധ ട്രേഡ് യൂണിയനുകൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.